കഥകളെയും കഥാപാത്രങ്ങളെയും കാലാതിവർത്തിയായി അവശേഷിപ്പിച്ച് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ തകഴി ശിവശങ്കരപ്പിള്ള കാലയവനികയ്ക്കുള്ളിൽ മറങ്ങിയിട്ട് കാൽനൂറ്റാണ്ട് തികയുന്നു. അദ്ദേഹത്തിന്റെ തൂലികത്തുമ്പിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളിലൂടെ തകഴി ഇന്നും നമുക്കിടയിലെ നിറസാന്നിധ്യമാണ്. താൻ പിറന്നു വീണ് പിച്ചവെച്ച മണ്ണിന്റെ കഥകൾ നാടൻ രീതിയിൽ വരച്ചു കാട്ടിയ തനി കുട്ടനാട്ടുകാരനായിരുന്നു തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടൻ മണ്ണിന്റെ മണമുള്ള കർഷകന്റെയും ആലപ്പുഴയിലെ തൊഴിലാളികളുടെയും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും ജീവിത കഥകൾ അദ്ദേഹം ലോകത്തിനു മുന്നിൽ കോറിയിട്ടു. കഥകളായും നോവലായും ചെറുകഥകളായും പിന്നീട് സിനിമയായപ്പോഴുമൊക്കെ അവയെല്ലാം മലയാളം ഏറ്റുവാങ്ങി. 30-ലധികം നോവലുകൾ, 200-ലധികം കഥകൾ, അങ്ങനെ എഴുതിയവയെല്ലാം അദ്ദേഹം കാലത്തിനായി കാത്തുവച്ചു. കൃതികളിൽ മിക്കവയും മറ്റു ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു. അവിടെയും സ്വീകാര്യതയ്ക്ക് ഒരു കുറവുമുണ്ടായില്ല. വിവിധ സാഹിത്യശാഖകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സാഹിത്യകാരനായിരുന്നു തകഴി ശിവശങ്കരപ്പിള്ള. കുട്ടനാടിന്റെ ഇതിഹാസകാരനെന്ന വിശേഷണമുള്ള ഈ കഥാകാരൻ 1912 ഏപ്രിൽ 17 ആലപ്പുഴ ജില്ലയിലെ തകഴിയിലാണ് ജനിച്ചത്. 1935 23-ാമത്തെ വയസ്സിൽ ചിറയ്ക്കൽ കമലാക്ഷിയമ്മ എന്ന കാത്തയെ ജീവിതസഖിയാക്കി. ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിന്റെ മലയാളത്തിന്റെ പ്രചാരകനായിരുന്നു ഇദ്ദേഹം. പി കേശവദേവ്, പൊൻകുന്നം വർക്കി, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവരുടെ സമകാലീനനുമായിരുന്നു തകഴി. വ്യക്തികളെക്കാൾ സമൂഹത്തിന്റെ ചിത്രം കൂടുതലായി തെളിയുന്നതാണ് തകഴിയുടെ നോവലുകൾ. സാമൂഹ്യ പരിവർത്തനം ലക്ഷ്യമാക്കിയ എഴുത്തുകാരനായിരുന്നു ഇദ്ദേഹം. 10ാം ക്ലാസ് പാസ്സായ ശേഷം തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് ലീഡർഷിപ്പ് പരീക്ഷ ജയിച്ചു. തുടർന്ന് കേരള കേസരി പത്രത്തിൽ റിപ്പോർട്ടറായി. തകഴിയുടെ സാഹിത്യ ജീവിതം തഴച്ചു വളരുന്നത് കേസരിയുമായുള്ള ഈ യാത്രയിലാണ്. ഈ കാലയളവിൽ ചെറുകഥാ രംഗത്ത് സജീവമായി. 1934 ത്യാഗത്തിന്റെ പ്രതിഫലം എന്ന നോവൽ പ്രസിദ്ധീകരിച്ചു. ചെമ്മീൻ എന്ന നോവലാണ് തകഴിയെ ആഗോള പ്രശസ്തനാക്കിയത്. എന്നാൽ രചനാപരമായി ഈ നോവലിനേക്കാൾ മികച്ചു നിൽക്കുന്ന ഒട്ടേറെ ചെറുകഥകൾ തകഴിയുടേതായുണ്ട്. അദ്ദേഹത്തിന്റെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. തകഴിയുടെ ചെമ്മീൻ 1965 രാമു കാര്യാട്ട് എന്ന സംവിധായകൻ ചലച്ചിത്രമാക്കി. രണ്ടിടങ്ങഴി, ചെമ്മീൻ, ഏണിപ്പടികൾ, കയർ എന്നീ നോവലുകൾ ഒട്ടേറെ വിദേശ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കയറിന് 1980 വയലാർ അവാർഡും 84 ജ്ഞാനപീഠം അവാർഡും ലഭിച്ചു. 1985 രാജ്യം പത്മഭൂഷൺ നൽകി ഇദ്ദേഹത്തെ ആദരിച്ചു. മലയാള സാഹിത്യകാരനായ തകഴി ശിവശങ്കരപ്പിള്ളയുടെ സ്മാരകമായി സ്ഥാപിക്കപ്പെട്ടതാണ് തകഴിയിലെ മ്യൂസിയം. നിർമ്മാണമാണ്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിപുലമായ ഒരു മ്യൂസിയമാണ് അവിടെ നിർമ്മാണം നടന്നു വരുന്നത്. 6.5 കോടി രൂപ ചെലവിൽ വളരെ കേരളത്തിൻ്റെ കുട്ടനാടിൻ്റെ ജൈവ അവസ്ഥയ്ക്കും അതിൻ്റെ പ്രകൃതിക്കുമൊക്കെ ഇണങ്ങുന്ന തലത്തിലുള്ളൊരു നിർമ്മിതിയാണ്. അത് കേവലം അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രമെന്ന നിലയിലല്ല, അത് തകഴി എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കാലത്തെയും അദ്ദേഹത്തിൻ്റെ കൃതിയെയും ഒക്കെ വളരെ സമഗ്രമായി പരിചയപ്പെടുത്തുന്ന ഒരു മ്യൂസിയമാണ് സംഭവിക്കാൻ പോകുന്നത്. ശങ്കരമംഗലം ഭവനം സർക്കാർ 2000 ഏറ്റെടുത്ത് 2001 മ്യൂസിയമാക്കി മാറ്റുകയായിരുന്നു. പുരാവസ്തു വകുപ്പാണ് മ്യൂസിയം പരിപാലിക്കുന്നത്. ശങ്കരമംഗലം ഭവനത്തിന്റെ 4 മുറികളിൽ മ്യൂസിയം ഒരുക്കിയിട്ടുണ്ട്. തകഴിയുടെ പേന, കണ്ണട, വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പൂമുഖത്ത് തകഴിയുടെ ചാരുകസേരയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം നേടിയ ജ്ഞാനപീഠ പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകളും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂസിയത്തിന് പിന്നിലായി തകഴിയുടെ സ്മാരക മണ്ഡപവും പൂർണ്ണകായ വെങ്കല പ്രതിമയുമുണ്ട്. ഓഡിറ്റോറിയം അടക്കമുള്ള മറ്റുള്ളവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തിയായി വരികയുമാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ.